നമസ്കാരം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തീർച്ചയായും പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. വളരെ കടുത്ത പോരാട്ടങ്ങൾ ഈ പറയുന്ന സംസ്ഥാനങ്ങളിലെല്ലാം നടക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷത്തെ ഭരണം അത് കേരളത്തിലെ CPIM-നുണ്ട്. ആ ഭരണം പിടിച്ചെടുക്കാനാകുമോ, കോൺഗ്രസിന് പിടിച്ചെടുക്കാനാകുമോ, അതോ ഭരണ തുടർച്ച നേടാൻ കഴിയുമോ CPIM-ന്? അതാണ് കേരളത്തിലെ ചോദ്യചിഹ്നം. തമിഴ്നാട്ടിലാണെങ്കിൽ DMK സർക്കാർ, DMK ഭരണം അവസാനിപ്പിക്കാൻ കഴിയുമോ? അവിടെയും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. മമതാ സർക്കാരിനെ താഴെ ഇറക്കി അവിടെ BJP അധികാരം പിടിക്കുമോ? ആ ചോദ്യം ബംഗാളിൽ ഉന്നയിക്കപ്പെടുന്നു. അസമിലാണ് എങ്കിൽ ഈ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അവിടെ BJP ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPക്ക് തുടർഭരണം നേടാൻ സാധിക്കുമോ? അതോ വർഷങ്ങളായി കൈമോശം വന്ന അസമിൻ്റെ ഭരണം, ഒരു കാലത്ത് തങ്ങളുടെ ഉരുക്ക് കോട്ടയായിരുന്ന അസമിൻ്റെ ഭരണം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ? ഈ ചോദ്യമാണ് അസമിൽ അവിടെ ഉന്നയിക്കപ്പെടുന്നത്. അസമിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ പരിശോധിച്ചാൽ ഇനി എന്താകും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഫലമായി വരിക എന്നത് ഏറെക്കുറെ നിശ്ചയമാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അനുസരിച്ച് BJPക്ക് അവിടെ തുടർഭരണം നേടാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. അത് വിവിധ ഏജൻസികൾ ഇക്കാര്യം അരക്കിട്ടുറപ്പിക്കുന്നുണ്ട്. അത് വെറുതെയല്ല. ഒന്നാമത്തെ കാര്യം എന്നത് അസം എന്ന സംസ്ഥാനം ധാരാളം ജാതി ഗോത്ര സമൂഹങ്ങളുള്ള സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ജാതി മത സമവാക്യങ്ങൾ അസമിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സമവാക്യങ്ങൾ വളരെ കൃത്യമായും ബുദ്ധിപരമായും മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും പാർട്ടികൾ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് പോവുക. രണ്ടാമത്തെ കാര്യം രാഷ്ട്രീയ നേതൃത്വമാണ്. ഏതൊരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളവും മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ മുന്നണിയുടെ നേതൃത്വവും സംഘടനയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഹിമന്ത ബിശ്വ ശർമ്മയാണ് മുഖ്യമന്ത്രി. ഈ ഏറ്റവും അടുത്ത് പുറത്തിറങ്ങിയ സർവേകൾ പ്രകാരം ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് സംസ്ഥാനത്തെ 48% ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് പറയപ്പെടുന്നു. പ്രതിപക്ഷ നേതാവ് ഗൗരവ് ഗൊഗോയ്ക്കാകട്ടെ വെറും 42% ജനപിന്തുണ മാത്രമേയുള്ളൂ. ജനപിന്തുണയിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മാത്രമല്ല, ഇപ്പോഴത്തെ പ്രതിപക്ഷ സഖ്യത്തിന് തുടരെ തിരിച്ചടി ഏൽക്കുന്നുമുണ്ട്. വളരെ ഗൗരവകരമായ ഒരു ആരോപണമാണ് ഭരണപക്ഷം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഗൗരവ് ഗൊഗോയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പാകിസ്ഥാൻ ബന്ധമുണ്ട് എന്നത് തന്നെയാണ്. അതിന് കൃത്യമായ വിശദീകരണം ഇതുവരെ ഗൗരവ് ഗൊഗോയോ പാർട്ടിയോ കോൺഗ്രസ് പാർട്ടിയോ നൽകിയിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അസമിൻ്റെ സാമ്പത്തിക വളർച്ചയാണ്. അസമിൻ്റെ 2021-22 സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ അനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ GDP എന്ന് പറയുന്നത് 4.1 ലക്ഷം കോടി രൂപയാണ്. അത് 2025-26 സാമ്പത്തിക വർഷത്തെ അല്ലെങ്കിൽ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ഏതാണ്ട് 7.24 ലക്ഷം കോടിയായി ഉയരും എന്നാണ് കണക്ക്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഡബിൾ എൻജിൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാന വികസനത്തിൽ, സാമ്പത്തിക വികസനത്തിൽ, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലെല്ലാം വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഗുണഭോക്താക്കളാണ് ജനങ്ങൾ എന്നുള്ളത് BJPക്ക് അനുകൂലമായ ഘടകമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് സർക്കാരിൻ്റെ, അതായത് ഹിമന്ത ബിശ്വ സർക്കാരിൻ്റെ ജനകീയ പദ്ധതികളാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങളെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിനാവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ നേരിട്ട് അക്കൗണ്ടിലേക്ക് നൽകുന്ന പദ്ധതികൾ അസം സർക്കാർ നടപ്പിലാക്കി വരുന്നു. മാത്രമല്ല, അധിനിവേശക്കാരിൽ നിന്നും അനധികൃതമായി അസമിൽ കുടിയേറി അവർ കയ്യേറിയ ഭൂമി അത് പിടിച്ചെടുത്ത്, ഭൂമി മുഴുവൻ കയ്യേറ്റക്കാരിൽ നിന്നും പിടിച്ചെടുത്ത്, മിച്ച ഭൂമിയിൽ നിന്നൊക്കെ പിടിച്ചെടുത്ത് ഭൂരഹിതരായ ആളുകൾക്ക് ഭൂമി നൽകുന്ന ഒരു പദ്ധതി നടത്തി വരുന്നുണ്ട്. ഈ 2 പദ്ധതികളും ജനങ്ങളുടെ ഇടയിൽ വലിയ ജനകീയനാക്കി മാറ്റുകയാണ് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയുമെല്ലാം. മാത്രമല്ല, അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്നത് സംസ്ഥാനത്തിൻ്റെ മുൻ കോൺഗ്രസ് അധ്യക്ഷനായ ഭൂപൻ കുമാർ ബോറയാണ്. ഭൂപൻ കുമാർ ബോറ ഒരു ബിഗ് ക്യാച്ചായിരുന്നു BJPയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ കോൺഗ്രസിൽ നിന്ന് വന്നയാളാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹം. രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വവുമായി തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ആ നേതൃത്വം അസമിനെ കൃത്യമായി പരിഗണിക്കാത്തത് കൊണ്ടുള്ള പ്രതിഷേധം കാരണമാണ് ഈ ഭൂപൻ കുമാർ ബോറ BJPയിലേക്ക് വന്നത്. പിന്നീട് അദ്ദേഹം BJPയുടെ ഏറ്റവും സ്റ്റാർ ക്യാമ്പയിനറായി മാറുകയും
മാറുകയും മുഖ്യമന്ത്രിയാവുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്. അതുപോലൊരു രാഷ്ട്രീയ നേതാവാണ് ഈ ഭുവൻ കുമാർ ബോറ. ഭുവൻ കുമാർ ബോറ വന്നതിന് ശേഷം ഇന്നിപ്പോൾ 3 കോൺഗ്രസ് MLA-മാർ കൂടി പാർട്ടി വിട്ട് BJP-യിലേക്ക് വന്നിട്ടുണ്ട്. ഇവരെല്ലാം വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിലെ സംസ്ഥാന നേതാക്കന്മാരാണ്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളാണ്. പാർട്ടിയിലും മറ്റ് ഘടകങ്ങളിലുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്ന നേതാക്കന്മാരുമാണ്. ഇവരാണ് ഇപ്പോൾ BJP-യിലേക്ക് പോകുന്നത്. അതായത് ഒരു പ്രതിപക്ഷ നേതാവായി കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്ന ഗൗരവ് ഗൊഗോയ് എന്ന യുവ നേതൃത്വം അല്ലെങ്കിൽ യുവ നേതാവ്, അദ്ദേഹത്തിൻ്റെ യുവത്വം എന്ന ഒരു ഘടകത്തെയാണ് കോൺഗ്രസ് ജനങ്ങളിൽ നിന്നും വോട്ട് പിടിക്കാനുള്ള ഒരു ഉപാധിയായി കാണുന്നത്. പക്ഷേ അദ്ദേഹത്തിന് പിന്നിൽ സ്വന്തം നേതാക്കന്മാർ പോലും ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഓരോ ദിവസവും ഓരോ പാർട്ടി നേതാക്കൾ പാർട്ടി വിട്ട് BJP-യിലേക്ക് പോകുന്നു. അതും തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ. ആ രീതിയിലുള്ള ഒരു കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസിൽ നടക്കുന്നു. ഇത് BJP-യെ ശക്തിപ്പെടുത്തുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രതിപക്ഷ നേതാക്കൾ പ്രതിപക്ഷ നേതാവിനെ വിട്ട് കൂട്ടത്തോടെ ഭരണപക്ഷത്തേക്ക് വരുന്ന കാഴ്ച, അത് തീർച്ചയായും സംസ്ഥാനത്ത് ഭരണവിരുദ്ധ തരംഗമില്ല എന്നതിൻ്റെ ആദ്യ സൂചനയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം, ജനകീയ സർക്കാരാണ് ഈ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ അസമിലുള്ളത്. ജനകീയ മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. പ്രതിപക്ഷ നേതാവിനാകട്ടെ വിശ്വാസം പോലും, പാർട്ടി നേതാക്കന്മാരുടെ വിശ്വാസം പോലും വീണ്ടെടുക്കാൻ സാധിക്കുന്നില്ല. സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനും സാധിക്കുന്നില്ല. രാജ്യത്തിന് എതിരെ പ്രവർത്തിക്കുന്നു എന്ന വളരെ ഗൗരവകരമായ ആരോപണം ഭരണപക്ഷം ഉന്നയിക്കുമ്പോൾ പോലും അതിന് പോലും തൃപ്തികരമായ മറുപടി നൽകാനോ നിയമ നടപടികൾ സ്വീകരിക്കാനോ ഇപ്പോൾ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇപ്പോൾ അസം സംസ്ഥാനത്ത് ഒരു ദുർബല ചേരിയായി മാറുന്നു. ഈ സമയത്ത് അല്ലെങ്കിൽ ഈ വരുന്ന 1-2 മാസങ്ങൾക്കിപ്പുറം തെരഞ്ഞെടുപ്പ് നടന്നാൽ തീർച്ചയായും BJP-ക്ക് തുടർഭരണം ഉറപ്പിക്കുക എന്നത് അത്ര പ്രയാസമുള്ള കാര്യമാകില്ല. ബീഹാർ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതായിരുന്നു. വളരെ സങ്കീർണമായിരുന്നു ബീഹാർ തെരഞ്ഞെടുപ്പ്. ഈ സങ്കീർണതയെല്ലാം BJP അതിജീവിച്ചത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടു. അത്തരം സംഘടനാ പ്രാബല്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനാ സംവിധാനം പാർട്ടി അസമിലും ഒരുക്കും. അതിനെ അതിജീവിക്കാൻ ഗൗരവ് ഗൊഗോയ്ക്കോ രാഹുൽ ഗാന്ധിക്കോ കരുത്തില്ല എന്നുള്ളതാണ് അസമിൽ നിന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.